മെമ്പർ കെയറിന്റെ ആഭിമുഖ്യത്തിൽ വിജയാദരവും പഠനോപകരണ വിതരണവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11, 13 വാർഡുകളിലെ മെമ്പർ കെയറിന്റെ ആഭിമുഖ്യത്തിൽ CBSE, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിജയാദരവും സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഇടമുട്ടം ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 13ാം വാർഡ് മെമ്പറുമായ സുമേഷ് പാനാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി ആശംസകൾ നേർന്ന് സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എടമുട്ടം ഡിവിഷൻ പ്രതിനിധിയുമായ അജ്മൽ ഷരീഫ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ, 11ാം വാർഡ് മെമ്പർ ഉഷ ബാബു, 7ാം വാർഡ് മെമ്പർ അനിൽ കരുവത്തിൽ, 8ാം വാർഡ് മെമ്പർ തുളസി സന്തോഷ്, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, രമേശ് പള്ളത്ത്, അഭിലാഷ് തേവർക്കാട്ടിൽ, ഷാജു കാരയിൽ തെക്കോട്ട്, സലീം ചാമക്കാല, യതീന്ദ്രൻ എടശ്ശേരി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യമായി പങ്കെടുത്തു. ചടങ്ങിൽ 11ാം വാർഡ് മെമ്പർ ഉഷ ബാബു സ്വാഗതവും UR രാകേഷ് നന്ദിയും രേഖപ്പെടുത്തി. വാർഡിലെ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഗുണങ്ങൾ പഠിച്ചോളൂ. അപ്പൊ ഗുണങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ പോലീസിലുണ്ട്. അതുകൊണ്ട് ഞാൻ പോലീസിന്റെ ഒരു തിരുത്തൽവാദിയാണ്. 24-ഓ 34-ഓ റിപ്പോർട്ടർ ചാനലോ പോലീസിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? വലപ്പാട് CI നന്നായി പെരുമാറണം. നിങ്ങൾ ആരും വിചാരിച്ചുള്ള കാര്യമുള്ളൂ. ആരും വിചാരിക്കണം? വലപ്പാട് CI വിചാരിക്കണം. കൊടുങ്ങല്ലൂർ DYSP ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസും കണ്ടെത്തണം. ഞാൻ തന്നെ വിചാരിക്കണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരുപാട് കുട്ടികളവിടെ ഇരിക്കുന്നുണ്ട്. ഭാവിയിൽ ഇവരൊക്കെയാണ് ഈ ഭരണചക്രം. നമ്മളെല്ലാവരും കാലത്തിന്റെ എവനെക്കുള്ളിൽ പോകുന്നു. ഇവർ നാടിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ദീർഘവീക്ഷണമുള്ള കുറെ രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറയും. അതെല്ലാവരും രാഷ്ട്രീയക്കാരെന്ന് ജയിച്ചാൽ, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ചിലർ ഫോൺ വിളിച്ചെടുക്കില്ല. ഈ വിളിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ കാര്യം, പഞ്ചായത്തിന്റെ കാര്യം നോക്കിയാൽ മതി, പോലീസ് സ്റ്റേഷന്റെ കാര്യം ഞാൻ നോക്കും. അങ്ങനെ പഞ്ചായത്തിനൊരു കാര്യം, പോലീസ് സ്റ്റേഷനൊരു കാര്യം, അധ്യാപകനൊരു കാര്യം, അങ്ങനെ ഉണ്ടോ? എല്ലാ കാര്യവും ഒന്നാണ്. എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? സമാധാനപൂർണമായ ഒരു ജീവിതം.